ഇടുക്കി യു.ഡി.എഫിൽ പുകച്ചിൽ തുടരുന്നു. ഇടുക്കിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ യു.ഡി.എഫ് സംസ്ഥാന നേതൃത്വം 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കെ മുസ്ലിം ലീഗിനോടുള്ള അതൃപ്തി ആവർത്തിച്ച് ഡി.സി.സി പ്രസിഡന്റ് സി.പി. മാത്യു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് ലീഗ് തർക്കത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ലെന്ന് ഡി.സി.സി പ്രസിഡന്റ് സൂചിപ്പിച്ചത്. ഇടുക്കി യു.ഡി.എഫിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന അസ്വസ്ഥതയാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പോടുകൂടി പുറത്തുവന്നത്. ലീഗുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്ന കൈരളി ന്യൂസിന്റെ ചോദ്യത്തോട് യു.ഡി.എഫിൽ പ്രശ്നങ്ങളില്ലെന്നും തങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയ സി.പി. മാത്യു പെട്ടെന്ന് ആവേശഭരിതനായി. കാലുമാറി വോട്ട് ചെയ്തിട്ട് വകുപ്പും ചട്ടവും പറഞ്ഞിട്ട് കാര്യമില്ല. യു.ഡി.എഫ് വോട്ടുകൾ വാങ്ങി വിജയിച്ചവരല്ലേ അവർ. മുന്നണി മര്യാദ പാലിച്ച് മുന്നോട്ട് പോയാൽ മുന്നണിയുടെ കൂടെയുണ്ടാകും. ഡി.സി.സി പ്രസിഡന്റിന് താക്കീതിന്റെ സ്വരം. കാലുമാറി വോട്ട് ചെയ്തതിന് ശേഷം വകുപ്പും ചട്ടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഐക്യജനാധിപത്യത്തിലൂടെ കുടുംബങ്ങളിലെ വോട്ടുകൾ വാങ്ങി മുൻപോട്ട് വന്നതിന് ശേഷം പിന്നെ ഇടതുപക്ഷക്കാരന് പോയി വോട്ട് ചെയ്തിട്ട് വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യം നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നവരാണല്ലോ. അതുകൊണ്ട് ഒരു തളർച്ചയില്ല. ഇന്നലെ തന്നെ യു.ഡി.എഫിൻ്റെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെ സമരം ഉണ്ടായിരുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വളരെ നല്ല പരിപാടിയായിരുന്നു. മുന്നണിക്കകത്തുള്ളവരെ മുന്നണി മര്യാദ കാണിച്ച് മുമ്പോട്ട് പോയാൽ മുന്നണിയുടെ കൂടെ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം യു.ഡി.എഫ് നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ നടത്തിയ സമരത്തിൽ നിന്ന് ലീഗ് പ്രതിനിധികൾ വിട്ടുനിന്നു. പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശക്തമായ ആക്ഷേപവാക്കുകളാണ് സി.പി. മാത്യുവിൽ നിന്ന് ഉണ്ടായത്. എന്നാലും ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇരിക്കുന്നേ, നിന്ന് മടുക്കുമ്പോൾ ഇരിക്കില്ല. നമ്മൾ ആരായാലും കുറച്ച് കഴിയുമ്പോൾ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ രാവിലെ എണീക്കും. ആരെങ്കിലും ഒന്ന് വിളിച്ച് നീപ്പിച്ചു. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അത് കിടന്നുറങ്ങുന്നതിനെ ആശ്രയിച്ചിരിക്കും, ഉറക്കം കെടുത്താൻ വേണ്ടി ചെല്ലുന്നവനെ ആശ്രയിച്ചിരിക്കും. തർക്കമുണ്ടായി 1 മാസമാകുമ്പോഴും ലീഗ് നിസ്സഹകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡീൻ കുര്യാക്കോസ് എംപിക്ക് യു.ഡി.എഫ് കരിമണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിൽ ലീഗ് പങ്കെടുത്തില്ല. പിന്നാലെ നിരവധി INTUC പ്രവർത്തകർ സംഘടന വിട്ട് ലീഗിന്റെ STUവിൽ ചേർന്നു. ഇതിന് തുടർച്ചയായാണ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ സമരത്തിൽ നിന്നും വിട്ടുനിന്നത്. പ്രശ്നത്തിൽ പരിഹാരമാകുന്നതുവരെ പ്രഖ്യാപിച്ച നിസ്സഹകരണം തുടരുമെന്ന് ലീഗ് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.